പക്ഷെ പെട്ടെന്നാണ് അവൾ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. തന്റെ കാലുകൾ അനങ്ങുന്നു. അവൾ സന്തോഷം കൊണ്ട് കരയുന്നു. ചിലപ്പോൾ ആ മെഡിസിൻ ഇപ്പോൾ കഴിക്കാത്തതായിരിക്കും കാരണം. എങ്ങനെയും അവിടുന്ന് രക്ഷപ്പെടണം. അവൾ വളരെയധികം കഷ്ടപ്പെട്ട് ആ വീൽ ചെയറിൽ കയറിയിരിക്കുന്നു. അവൾ സർവ്വശക്തിയും എടുത്ത് വീൽ ചെയറുമായി പോവുകയാണ്. പക്ഷെ ഈ സമയം ഡയാൻ തിരിച്ചു വരുന്നത് കാണിക്കുന്നു. കോളി പെട്ടെന്ന് ഒരു വണ്ടി കാണുന്നു. അവൾ ആ വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്ത് ചാടുന്നു. അത് ആ ലെറ്റേഴ്സ് എല്ലാം കൊണ്ടുവരുന്ന ആളാണ്. അയാളോട് അവൾ കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഈ സമയം ഡയാന്റെ വണ്ടി വരുന്നത് അവർ കാണുന്നു. ഡയാനെ അയാൾ തടയുന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ഡയാൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. നിങ്ങൾ അവളെ ഹേർട്ട് ചെയ്യാൻ നോക്കിയെന്നാണല്ലോ അവൾ പറഞ്ഞതെന്ന് മേൽമാൻ പറയുന്നു. പക്ഷേ ഡയാൻ അതിനെ എതിർക്കുകയാണ്. ഡയാനെ കോളിയെ കാണാൻ അയാൾ സമ്മതിക്കുന്നില്ല. അവളുടെ അവസ്ഥ ആകെ മോശമാണ്. അയാൾക്ക് കോളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എങ്കിൽ ഞാൻ നിങ്ങളെ പിന്തുടർന്നോട്ടെ എന്ന് ഡയാൻ അയാളോട് ചോദിക്കുന്നു. അത് അയാൾ സമ്മതിക്കുന്നു. അയാൾ കോളിനോട് വന്ന് ഹോസ്പിറ്റലിലാണോ പോലീസിലാണോ പോകേണ്ടതെന്ന് ചോദിക്കുന്നു. പോലീസിൽ പോകണമെന്ന് അവൾ പറയുന്നു. മേൽമാൻ കോളി വണ്ടിയിൽ കയറ്റുന്നു. എന്നിട്ട് അയാൾ പുറത്തിറങ്ങി വാതിലടയ്ക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഡയാൻ ആ ഇഞ്ചക്ഷൻ അയാളുടെ കഴുത്തിൽ കുത്തുന്നു. അയാൾ അവിടെ ബോധം കെട്ട് വീഴുന്നു. കോളി പേടിച്ച് വിറക്കുകയാണ്. അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ ഏതോ ഒരു റൂമിലാണ്. അവിടെ ഒരു സ്ഥലത്ത് അവൾക്ക് വന്നിട്ടുള്ള മെയിലെല്ലാം ഉണ്ട്. അവൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതും മറ്റും. അതൊന്നും അവളെ കാണിക്കാതെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു അവളുടെ അമ്മ. അവൾ അതെല്ലാം എടുത്ത് വലിച്ചെറിയുന്നു. അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഈ സമയം ഡയാൻ ആരോ വലിച്ചു കൊണ്ടുവന്ന് കാണാം. ആ മെയിൽമാനെ അവർ കൊന്നുവെന്ന് തോന്നുന്നു. അവിടെ ഡയാന്റെ പേരിലുള്ള ഒരു പെട്ടി അവൾ കാണുന്നു. അവൾ ആ പെട്ടിയുടെ തുറന്നു നോക്കുന്നു. അതിൽ കുറെ ഫോട്ടോകളും മറ്റും. അതിലവൾ അവളുടെ കുറെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് കാണുന്നു. അതിലൊരു ഫോട്ടോ അവൾ ഓടുമ്പോൾ എടുത്തതാണ്. അതിൽ തന്റെ കാലിന് ഒരു കുഴപ്പവുമില്ല. പെട്ടെന്ന് അവൾ അതിലൊരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണുന്നു. പക്ഷേ അതിൽ എഴുതിയിരിക്കുന്ന പേര് കോളി എന്നാണ്. ജനിച്ച് 2 മണിക്കൂറിനകം മരിച്ച ഒരു കുട്ടി. അതിലവൾ വേറെയും കുറച്ച് പേപ്പേഴ്സ് കാണുന്നു. അതിലൊരു പേപ്പർ കട്ടിംഗ് ഉണ്ട്. ഒരച്ഛനും അമ്മയും അതിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവരുടെ ന്യൂബോൺ ബേബിയെ ആരോ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. അങ്ങനെ ഒരു ന്യൂസാണ് ആ പേപ്പർ കട്ടിങ്ങിലുള്ളത്. അത് കണ്ടതും അവളാകെ ഞെട്ടിപ്പോകുന്നു. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാവുന്നത്. നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ ഡയാൻ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നത് കണ്ടിരുന്നല്ലോ. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടേഴ്സ് കഴിവതും നോക്കി. പക്ഷേ അവർക്ക് അതിന് സാധിച്ചില്ല. ഡയാൻ ആ കുഞ്ഞിനെയും കൊണ്ട് ഒരുപാട് കരഞ്ഞു. പക്ഷെ ഡയാൻ തന്റെ കുഞ്ഞിന് പകരമായി വേറൊരു കുഞ്ഞിനെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നു. ഇങ്ങനെയായിരിക്കും സംഭവിച്ചതെന്ന് കോളിന് മനസ്സിലാവുന്നു. പെട്ടെന്ന് ഡയാൻ അങ്ങോട്ടേക്ക് വരുന്നു. അവൾ ആ പേപ്പേഴ്സ് അവർ കാണാതെ ഒളിപ്പിക്കുന്നു. അവൾ തന്നെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയെന്ന് ഡയാന് മനസ്സിലാവുന്നു. നിങ്ങൾ എന്റെ അമ്മയല്ലല്ലേ എന്ന് കോളി അവരോട് പറയുന്നു. അല്ല, ഞാൻ നിന്റെ അമ്മയാണെന്ന് ഡയാൻ പറയുന്നു. പിന്നെ ഇവരെല്ലാം ആരാണെന്ന് ആ പേപ്പർ കട്ടിങ് ചൂണ്ടി അവൾ ചോദിക്കുന്നു. അവർ ആരുമല്ല, ഞാനാണ് നിന്റെ അമ്മ. നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ തട്ടിക്കൊണ്ടു വന്നതല്ലേ? അല്ലെന്ന് ഡയാൻ ഉറക്കെ അലർന്നു. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചതാണ്. കോളിയുടെ അടുത്ത് വന്ന ഡയാൻ ഈ ലോകത്ത് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ വേറെ ആർക്കും നിന്നെ സ്നേഹിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നു. എനിക്ക് ശരിക്കും അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. എപ്പോഴും ഞാൻ നിന്നെ നല്ല അമ്മയായിരുന്നില്ല. പക്ഷേ അവളൊരു അസുഖക്കാരിയാണെന്ന് കാണിച്ച് അവളെ തന്റെ കീഴിൽ തളച്ചിടുകയായിരുന്നു ഡയാൻ. ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് കയ്യും കണക്കുമുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. നിങ്ങൾ എനിക്ക് പോയിസൺ തരികയായിരുന്നില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. കോളിനെ നഷ്ടപ്പെടാതിരിക്കാൻ അവർ കണ്ടെത്തിയ മാർഗമാണിത്. അവൾക്ക് അസുഖമാണെന്ന് കാണിച്ച് അവളെ വീട്ടിൽ തളച്ചിടുക. എന്നിട്ട് അവൾക്കെല്ലാം സ്നേഹം കൊടുത്ത് അവളുടെ അമ്മയായി ജീവിക്കുക. അവർ എന്തോ ഒരു മരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. അവരെന്തോ തന്നെ ചെയ്യാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അത് ചെയ്യില്ലേ എന്ന് പറഞ്ഞ് അവൾ കരയുകയാണ്. പക്ഷെ അവർ അത് സിറിഞ്ചിലാക്കി കൊണ്ടുവന്ന് അവളെ കുത്താൻ പോകുന്നു. അവൾ പേടിച്ചിട്ടുണ്ട് പുറകിലേക്ക് പോകുന്നു. പെട്ടെന്ന് അവൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നു. അവൾ പുറകോട്ട് പോയി ആ റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്യുന്നു. ആ ഡോറ് ലോക്കായി. അവർക്ക് ഡോർ തുറക്കാൻ സാധിക്കുന്നില്ല. അവർ വീണ്ടും അവളെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കുകയാണ്. അവർ കരഞ്ഞുകൊണ്ടും ദേഷ്യപ്പെട്ടുമൊക്കെ ഡോർ ഓപ്പൺ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പെട്ടെന്നാണ് കോളി അവിടെ കുറെ മരുന്നുകൾ ഇരിക്കുന്നത് കാണുന്നത്. അതിൽ നിന്നും അവൾ ഒരു ബോട്ടിൽ കൈക്കലാക്കുന്നു. അപ്പോഴേക്കും ഡയാന ഡോർ തുറന്നു വരുന്നു. ഈ ബോട്ടിലുള്ള വിഷം കോളി അവരുടെ മുമ്പിലിരുന്ന് കുടിക്കുകയാണ്. ഡയാനിന് കോളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയെ നിവൃത്തിയുള്ളൂ. ഡയാൻ കോളിയെ ഹോസ്പിറ്റലിലാക്കി. ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവളെ സൈക്കോളജിസ്റ്റിനെ ഒക്കെ കാണിക്കണം. പക്ഷേ അത് പ്രശ്നമാവുമെന്ന് ഡയാൻ അറിയാം. അവൾ കോളിയെ വന്ന് നോക്കുന്നു. കോളി പേടിച്ച് ഡയാനെ നോക്കുന്നു. അവൾ തന്റെ അടുത്തുള്ള നഴ്സിനെ വിളിക്കുന്നു. എന്നിട്ട് തനിക്ക് എഴുതാനായി എന്തെങ്കിലും തരാൻ ആംഗ്യം കാണിക്കുന്നു. അവൾ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അതിൽ എഴുതാൻ ആരംഭിച്ചു. പക്ഷെ അപ്പോഴേക്കും എന്തൊരു എമർജൻസി കോൾ വന്ന് നഴ്സ് അങ്ങോട്ടേക്ക് പോകുന്നു. ആ തക്കുന്നൊക്കെ ഡയാൻ അവിടെ വന്ന് അവളെ കടത്തിക്കൊണ്ട് പോകുന്നു. പോകുന്ന വഴിയെല്ലാം ഹെൽപ്പിന് വേണ്ടി കോളി നോക്കുകയാണ്. പക്ഷേ അവൾക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല. ഒന്നും മിണ്ടാനും സാധിക്കുന്നില്ല. ഈ സമയം ആ നഴ്സ് കോളി കിടന്നിരുന്ന റൂമിലെത്തി. അവളെ അവിടെ കാണാതെ കോളി എങ്ങോട്ടെങ്കിലും മാറ്റി വന്ന ആ നഴ്സ് വിളിച്ചു ചോദിക്കുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് അവർക്ക് അറിയിപ്പ് കിട്ടുന്നു. ആ നഴ്സിന്റെ ശ്രദ്ധയിൽ കോളി എഴുതിയത് പെടുന്നു. മോമെന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അവർക്കെന്തോ സംശയമാവും. സെക്യൂരിറ്റി അലേർട്ട് ചെയ്യുന്ന മെസ്സേജ് ഡയാൻ കേൾക്കുന്നു. അവരൊരു ഗണ്ണെടുത്ത് കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട്
കോളിയും കണ്ട് പെട്ടെന്ന് അവിടുന്ന് പോവുകയാണ്. പക്ഷെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടുത്തെ എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല. ഈ സമയം തന്നെ കോളിൻ താൻ അപ്ലൈ ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റിയുടെ ബോർഡും അവിടെ കാണുന്നു. അവർക്ക് പെട്ടെന്ന് എന്തോ ഒരു ഉണർവ് കിട്ടിയതുപോലെ ഡയാൻ അവിടെ എല്ലാം നോക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടുത്തെ രക്ഷപ്പെടണം. ഡയാൻ വന്ന് കോളിയുടെ വീൽ ചെയർ തള്ളി നീക്കാൻ നോക്കി. പക്ഷെ ഈ സമയം അത് നീങ്ങുന്നില്ല. നോക്കുമ്പോൾ കോളി നിലത്ത് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. അവളുടെ കാലുകൾക്ക് ബലം കിട്ടിയിരിക്കുന്നു. എനിക്ക് നിങ്ങൾ ആവശ്യമില്ലെന്ന് അവൾ അവിടുന്ന് പറയുന്നു. അപ്പോഴേക്കും സെക്യൂരിറ്റി അവിടെ എത്തി. ഡയാനോട് തോക്ക് താഴെയിടാൻ അവർ ആവശ്യപ്പെടുന്നു. പക്ഷെ ഡയാൻ അവർക്ക് നേരെ തോക്ക് ചൂണ്ടി. അവർ ഡയാനെ വെടിവെച്ച് വീഴ്ത്തുന്നു. ഡയാൻ സ്റ്റെപ്പിന്റെ താഴേക്ക് മറിഞ്ഞു വീഴുന്നു. ഫ്ലോറി സ്തബ്ധയായിരിക്കുകയാണ്. അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. 7 വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. അവളുടെ കാല് പൂർണ്ണമായും ഭേദമായിട്ടില്ല. പക്ഷേ അവളിപ്പോൾ സന്തോഷവതിയാണ്. നടക്കാനുള്ള ട്രീറ്റ്മെന്റ് എല്ലാം അവൾ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഡയാൻ കിടക്കുന്നുണ്ട്. അവർ മരിച്ചിട്ടില്ല. അവരെ കാണാൻ അവൾ എല്ലാ മാസവും എത്തും. ഫ്ലോറി വളരെ സന്തോഷവതിയാണ്. പണ്ട് ഡയാൻ ഫ്ലോറിയുടെ കാല് തളർത്താൻ കൊടുത്തിരുന്ന ആ ഗുളികകൾ തന്നെ അവളുടെ വായിൽ വെച്ച് കടത്തി ഫ്ലോറി ഡയാന് കൊടുക്കുകയാണ്. അങ്ങനെ ഇനി ഒരിക്കലും അവർ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ അവൾ ആ മരുന്ന് കൊടുക്കുകയാണ്. ഡയാൻ അവളെ തന്നെ തുറച്ചു നോക്കുന്നു. ഫ്ലോറി സന്തോഷത്തോടെ അത് അവരെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. ഈ ഒരു സീനോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.